അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ. തൊണ്ടൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പ് തൃശ്ശൂർക്ക് കല്യാണത്തിന് പോയിട്ട് അപ്പോൾ കുറേ തണുത്ത വെള്ളം കുടിച്ച് അതുകൊണ്ടായിരിക്കും തോന്നുന്നത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ആക്കിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ആദ്യം തന്നെ നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പണി മെഷീനിൽ തുണികളിടും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉച്ച കഴിഞ്ഞാൽ വേനൽ മഴയാണല്ലോ, അപ്പോൾ തുണികളൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ തുണി കലക്കൊന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അരി ഒന്ന് തിളച്ചിറക്കി വെക്കുമ്പോഴത്തേനും ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടാ. അപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യണമെന്നല്ല, എന്നും രാവിലെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. അങ്ങനെ ജനൽ തുറന്നിടുമ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ ഈ പച്ചപ്പ് കാണാൻ അതിലും വലിയ ഇഷ്ടം വേറെ ഒന്നുമില്ല. രാവിലത്തെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒരു 5 മണി തൊട്ട് ഒരു 9-9:30 വരെക്കുള്ള കാലാവസ്ഥ അടിപൊളിയാണ്. ഇനി ഇവിടെ ഇട്ടാന്ന് ഞാൻ ഇരിക്കണം ഇവിടെ, നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മീൻ മുളകിടുകയാണ്. മീൻ മുളകിടുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തൊന്നുമില്ല. പിന്നെ 2 കഷ്ണം മീൻ വർക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഓഫീസിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മീൻകറി വെച്ച നല്ല ചുമന്ന കളറിലിരിക്കണം. മീൻ മുളകിടുമ്പോൾ ഈ ഒരു കളർ വേണം. അപ്പോൾ ഞാൻ കാശ്മീരി മുളകാണ് അധികം ഉപയോഗിക്കൽ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉപ്പേരി വറവിടണം കേട്ടോ. അപ്പോൾ കാബേജും പരിപ്പും ഒരു ഹാഫ് വേഗമാക്കിയിട്ട് ചെറിയ ഉള്ളി, വറ്റൽമുളക്, 2 വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് അതൊന്ന് വറവിടാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില ഇതൊക്കെ ഒന്ന്, ചെറിയ ഉള്ളി കുറച്ച് തോനെടുത്തിക്കണം, അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചമ്മന്തി അരച്ചിട്ടാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓലെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. അധികം ടൈമൊന്നും ആയിട്ടില്ല, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ആസ്വദിച്ച് കുടിക്കണം. എനിക്ക് ചായ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ആസ്വദിച്ച് കുടിക്കണം. അപ്പോൾ ഞാൻ പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരത്തെ ആൾ വിളിച്ചത്. പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ട് പോയി നോക്കിയപ്പോൾ പെണ്ണുങ്ങൾ ചക്ക ഇട്ടിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നത് നന്നാക്കിയിട്ട് ഈ ഒരാൾ ചെയ്യുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ 3 ആളിട്ടാണ് നന്നാക്കിയിട്ട് 3 ആളും കൂടെ എടുത്ത് ആ ചക്കക്ക് കയ്യും കാലും ഉണ്ടെങ്കിൽ അത് എന്നോ അപ്പളേ ഓടിയിട്ടുണ്ടാവും. അമ്മാരി അതിനിട്ടിട്ട് ഞങ്ങൾ ചതച്ചിക്കണിട്ടാ. എന്താ വെച്ചാൽ 3 ആൾക്കും അത് മുറിക്കാൻ വേണ്ടിയിട്ട് അറിയുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിൽ മുറിച്ചതായി ഒരു പാകത്തിനാക്കി. അത് കഴിഞ്ഞിട്ട് 3 ആളും പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെയും കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വേറെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ എൻ്റെ വാവച്ചി വന്നിക്കണേ. അപ്പോൾ ഇനി പോകുമ്പോഴത്തേന് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ നേരത്തെ ഇത് പൊരിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ ചക്കയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി, മുളക്, പിന്നെ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇനി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ആയിട്ട് അതും വറവിട്ടിട്ട് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ തൊട്ട് ചക്കപ്പണിയും അടുക്കളപ്പണിയൊക്കെ ആയിട്ട് അടുക്കള ഒരു അലങ്കോലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണിയൊക്കെ കഴിഞ്ഞെന്ന്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തല കറങ്ങാനുള്ള പണി അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. രാത്രികത്തൊക്കെ അപ്പോൾ കഴുകി വെക്കണതാണ്. രാവിലത്തെ കുറച്ച് പണിയില്ല, 2-3 മണിക്കൂർ കൊണ്ടാവണമാണ് ഈ പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി പെറുക്കി. എന്നാലും ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞാൽ 2 മണിയായിരുന്നു, എന്നാലും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു.